My dear children, hi. We can start our third class, climatic regions and climate change. This is the third part of the second chapter, geography, climatic regions and climate change. Okay, today we are discussing what is the definition of climate change. What are the reasons for climate change and the solutions also. Okay, and some of the international interventions to solve the problem of climate change. So we can start. ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, ഇതിനു മുമ്പുള്ള രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് പഠിച്ചത് അല്ലേ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏതെല്ലാമാണ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പഠിച്ചു. 8 ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. അതിൽ ആദ്യത്തെ 4 ട്രോപ്പിക്കലാണ്, പിന്നെ വരുന്ന 2 ടെമ്പറേറ്റ് ആണ്, ലാസ്റ്റ് 2 ഫ്രിജിഡ് സോണിൽ വരുന്ന ക്ലൈമാറ്റിക് റീജിയനാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ 1 by 1 അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ഹ്യൂമൻ ലൈഫ്, ട്രീസ്, ദെൻ ഓക്യുപ്പേഷൻ, എവറിതിങ് എല്ലാം നമ്മളവിടെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കണ്ട് അത് പഠിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഇതിൻ്റെ തേർഡ് പാർട്ടാണ്, അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുക, ക്ലൈമറ്റ് ചേഞ്ച്. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം പഠിക്കേണ്ടത്. ഈച്ച് ക്ലൈമറ്റ് സോൺ ഹാസ് എ യുണീക്ക് ക്ലൈമറ്റ്, ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ഹ്യൂമൻ ലിവിങ് കണ്ടീഷൻസ്. But what happened? Uncontrolled exploitation of resources and unscientific developmental activities affect the unique climatic characteristics of each region. So nowadays, all climatic regions have lost its unique characteristics. Why? Because of this climate change. So first of all, we are going to study what is the definition given by UN. What is this UN? United Nations Organization for Climate Change. According to United Nations Organization, climate change is a long-term shift in weather patterns and temperatures that is caused by human and natural variability. Okay, it is a long-term shift in weather patterns and temperature. അതായത് ഒരു ക്ലൈമാറ്റിക് റീജിയനിൽ ഒരു ലോങ് ടൈമിൽ അവിടുത്തെ വെതർ പാറ്റേണും അവിടുത്തെ ടെമ്പറേച്ചറും ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ, എന്തുകൊണ്ട്? അതൊരു പക്ഷേ ഹ്യൂമൻ ഇൻ്റർവെൻഷനാകാം, നാച്ചുറലാകാം അല്ലേ. അങ്ങനെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൊണ്ടോ നാച്ചുറലായിട്ടോ ഒരു റീജിയനിലെ, ഒരു ക്ലൈമാറ്റിക് റീജിയനിലെ വെതർ പാറ്റേൺ, അവിടുത്തെ ടെമ്പറേച്ചർ ലോങ് ടൈം ഷിഫ്റ്റ് ഉണ്ടായാൽ, അതൊരു ഷോർട്ട് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ അവഗണിച്ച് കളയണം. ഒരു ലോങ് ടൈം ഷിഫ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയണം? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വേണം പറയാൻ. ദ ടൈം സ്കെയിൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് മേ റേഞ്ച് ഫ്രം എ ഫ്യൂ ഇയേഴ്സ് ടു മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഈ ലോങ് ടൈം എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വേണമല്ലോ. ലോങ് ടൈം എന്ന് പറയുന്നത് ഫ്യൂ ഇയേഴ്സ് ആകാം, കുറച്ച് വർഷങ്ങളായാലും മതി, അല്ലെങ്കിലോ മില്യൺസ് ഓഫ് ഇയേഴ്സ്, മില്യൺസ് വർഷങ്ങൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ എന്താണെങ്കിലും ഇതൊരു ലോങ് ടൈം ഷിഫ്റ്റ് ആയിരിക്കണം. വെതർ കണ്ടീഷൻസും വെതർ പാറ്റേൺസും ടെമ്പറേച്ചറും ഷിഫ്റ്റ് ആകണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുക. ഇറ്റ് അഫക്റ്റ് എക്കോസിസ്റ്റം സിവിയർലി. യു നോ ദിസ് ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് എക്കോസിസ്റ്റം സിവിയർലി. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഞാനിപ്പോൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് 2 തരത്തിലാകാം. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൊണ്ടും ആകാം, നാച്ചുറലായിട്ടും ആകാം. നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക്. ആന്ത്രോപോജനിക് മീൻസ് ബൈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ.
ആന്ത്രോ എന്നുള്ള വാക്കെന്തിനെ സൂചിപ്പിക്കുന്നു? ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഐസ് ഏജസ് ആൻഡ് ഇൻ്റർഗ്ലേസിയൽ periods are examples of this natural climate change, natural reason for climate change. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഇതിൻ്റെ ഈ ക്ലാസ്സിൽ തന്നെ ടീച്ചർ അത് പറയുന്നുണ്ട്. വാട്ട് ആർ ദ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് പറയണമല്ലോ. ഐസ് ഏജസ് ആൻഡ് ഇൻ്റർഗ്ലേസിയൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നാച്ചുറലായിട്ട് അത് സംഭവിച്ചപ്പോൾ എന്തുപറ്റി? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി. 2.5 million years ago, what happened? Global temperature and significant expansion of glaciers and ice sheets. So what happened? Global temperature is very low because of this expansion of glaciers and ice sheets. അപ്പം 2.5 million years ago സംഭവിച്ചതാണ്. അവിടെ ഗ്ലേസിയേഴ്സും ഐസ് ഷീറ്റ്സും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുകയും ടെമ്പറേച്ചർ ഗ്ലോബിൽ എർത്തിൻ്റെ കുറയുകയും ചെയ്ത ഒരു സംഭവത്തെയാണ്, ആ ഒരു കാര്യമാണ് ഐസ് ഏജ് എന്ന് പറയുക. ആ ഒരു ഏജ്, അത് സംഭവിച്ച ആ ഏജാണ് ഐസ് ഏജ്. അപ്പോൾ ടെമ്പറേച്ചർ ലോ ആയി. ഇനി അതിന് ഈ ഐസ് ഏജ് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് കാലങ്ങൾക്ക് വിട്ടുവിട്ട്, അതായത് അതിന് ഒരു പീരീഡ് ഇൻ്റർവെല്ലിന് ശേഷമായിരിക്കും വീണ്ടും ഉണ്ടാവുക. അതിനിടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഏത്? ഈ ഗ്ലേസിയൽ പീരീഡ് എന്ന് പറയുക. വാട്ട് ഈസ് ദിസ് ഗ്ലേസിയൽ പീരീഡ്? ഗ്ലേസിയൽ പീരീഡ് എന്ന് പറയുമ്പം അവിടെ ടെമ്പറേച്ചർ അല്പം വാമായി മാറി, ഐസിൻ്റെ എഫക്റ്റ് കുറയുകയും ടെമ്പറേച്ചർ കുറച്ചുകൂടി വാം ആയി മാറുകയും ചെയ്തു. അത് എത്ര കാലങ്ങൾക്ക് മുമ്പാണെന്നറിയാവോ? 11,700 years ago. അപ്പോൾ ഇങ്ങനെ നാച്ചുറലി വന്ന ഈ ഒരു ചേഞ്ചസ് കൊണ്ടും ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചു. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ബാഡ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? യു നോ this climate change, it has so many problems. It creates so many problems. What are the bad effects of climate change? All the countries affected by global climate changes. Then next, Himalayan glaciers are melting at a rate of 12 to 20 meters per year. Himalayan glaciers are melting today. Then next one is global warming. Then next is a rapid melting of glaciers in Arctic and Antarctic region. Melting of glaciers. Then undesirable changes in ecosystem. Sea level rises by 0.42 centimeter per year. ഒരു ഇയറിൽ സീ ലെവല് റൈസ് ആകുന്നത് 0.42 centimeter. So sea level is rising today. Global warming, rapid melting of glaciers in Arctic and Antarctic region, then undesirable changes in ecosystem. Himalayan glaciers are also melting. Almost all countries affected by global climatic change. All these are bad effects. Okay, so these are the bad effects of this climate change. Then next we are going to the next one. What are the human and natural activities for climate change? Human activities and natural activities for climate change. അത് നമ്മളൊരു ചാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നാച്ചുറൽ ഏതൊക്കെയാണെന്ന് നോക്കിയേ. വോൾക്കാനിക് ഇറപ്ഷൻ, ഓഷ്യൻ കറൻറ്റ്സ് ആൻഡ് വിൻഡ്സ്. ഓഷ്യാനിക് ഇറപ്ഷൻ കൊണ്ടും ഓഷ്യൻ കറൻസിൻ്റെ അതിൻ്റെ പ്രസൻസ് കൊണ്ടും വിൻഡ് കൊണ്ടും ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ നാച്ചുറൽ എന്ന് വിളിക്കുക. ഇനി ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഡീഫോറസ്റ്റേഷൻ, ഓയിൽ മൈനിങ്, ഇൻഡസ്ട്രിയലൈസേഷൻ, എയർ പൊല്യൂഷൻ, ഓൾ ദീസ് ആർ ഡൺ ബൈ ഹ്യൂമൻ ബീങ്സ്. സോ ഓൾ ദീസ് ആർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ 8th 9th ഒക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്?
നെക്സ്റ്റ്, ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് നേച്ചർ ആൻഡ് ഹ്യൂമൻ? നേച്ചറിനെയും നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെയും ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയെല്ലാം അഫക്റ്റ് ചെയ്യുന്നു? ഒരു 4 പോയിൻറ്റ്സ് നമുക്കൊന്ന് പഠിക്കണം. ആവറേജ് സീ ലെവൽ റൈസസ് ഓവർ 10 to 20 millimeter per year. സീ ലെവൽ റൈസസ്, ഫസ്റ്റ് വൺ. പോളാർ ഐസ് ക്യാപ്സ്, ദേ ആർ മെൽറ്റിംഗ്. അതിൻ്റെ കറക്റ്റ് പറഞ്ഞിരിക്കുന്ന നോക്കിയേ, 7.5 million square kilometers in 1978, but it reduced by ഡെസേർട്ടിഫിക്കേഷൻ. എന്താണ് ഈ ഡെസേർട്ടിഫിക്കേഷൻ? റെയിൻഫോൾ കുറഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ ഡെസേർട്ടായി മാറുന്നതിൻ്റെ പേരാണ് ഡെസേർട്ടിഫിക്കേഷൻ. അപ്പം പോളാർ ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്ത് അവിടം അതിൻ്റെ അതിൻ്റെ ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദെൻ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ, അത് 2011-20 കാണിക്കുന്നത് 1.1 degree Celsius റൈസ്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ ഈസ് റൈസിങ്. ദറ്റ് ഈസ് അനദർ affect another thing which affect nature and human. The next one is nature monsoon. The nature of monsoon rains also shifted. In early time, this monsoon rain lasted for a few months, but nowadays we got torrential rains lasting for few days. ഓക്കെ, ഇപ്പം പഴയ കാലത്തെ പോലെയല്ല പണ്ട് മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു 4.5 months നമുക്ക് കണ്ടിന്യൂസ് റെയിൻഫോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ടൊറൻ്റൽ റെയിൻഫോള് ഒരു ഫ്യൂ ഡേയ്സ് റെയിൻഫോൾ ഉണ്ടായി അതങ്ങ് സ്റ്റോപ്പ് ആകുന്നു. അപ്പം മൺസൂണിൻ്റെ നേച്ചർ പോലും മാറിപ്പോയി അല്ലേ? ദ നേച്ചർ ഓഫ് monsoon rain has been shifted. Okay, these are the changes we can notice because of this climate change. Then what are the human interventions that leads to climate change? നമുക്കൊരു ഇഷ്ടം പോലെ, അതായത് നമുക്ക് കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് ഇതിന് എഴുതാൻ പറ്റും. ടീച്ചർ 3 പോയിൻ്റ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ടെക്സ്റ്റിൽ കൂടുതലും ഇതാണ് കണ്ടത്, പക്ഷേ നമുക്ക് കൂടുതൽ എഴുതാം. ഇൻഡസ്ട്രിയലൈസേഷൻ ആണല്ലോ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ലാൻഡ് യൂസ് ചേഞ്ച് ആകുന്നു. നേരത്തേക്ക് അഗ്രികൾച്ചറിന് ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ പാഡി ഫീൽഡ്സൊക്കെ റിക്ലമേഷൻ നടത്തുന്നതും എല്ലാം അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ലാൻഡിൻ്റെ യൂസ് ചേഞ്ച് ആകുമ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകും. ദെൻ അർബനൈസേഷൻ, നഗരവൽക്കരണം അല്ലേ? നേരത്തെ കൂടുതലും നമുക്ക് വില്ലേജസ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ കൂടുതൽ ബിൽഡിങ്സൊക്കെ പണിത് കൂടുതൽ നമ്മൾ അർബനൈസേഷനിലേക്ക് പോകുന്നതും പൊല്യൂഷൻ ഉണ്ടാക്കുകയും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് കാര്യമായിട്ട് തിരികുകയും ചെയ്യും. ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ് ഇതെല്ലാം പറയുന്നത് അല്ലേ? ഡീഫോറസ്റ്റേഷൻ, അതിനകത്ത് എഴുതാം. ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ലാൻഡ് യൂസ് ചേഞ്ച്, അർബനൈസേഷൻ, റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് ബേണിംഗ്. all these are the reasons, human interventions that leads to climate change. Next, international initiatives to protect climate and environment. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചേറെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇനിയും നോക്കേണ്ടത് നമ്മുടെ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അവരെന്ത് ചെയ്തു. ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ടു പ്രൊട്ടക്റ്റ് അവർ ക്ലൈമറ്റ് ആൻഡ് our environment. There are so many international meetings. നിങ്ങൾ ഈ ഒരു ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഈ ചാർട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷേ നിങ്ങളിത് ഏതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഇൻ്റർനാഷണൽ മീറ്റിങ്സിൻ്റെ പേരും അതിൻ്റെ ഇയറും അതെവിടെയാണ് നടന്നെന്നുള്ള അതിൻ്റെ പ്ലേസും എന്ത് ഇൻ്റർവെൻഷനാണ് അവർ നടത്തിയെന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് പറയാം ഏതാണ് ഇതിനകത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം.
അപ്പം ആദ്യം തൊട്ട് നമുക്ക് പഠിക്കാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. That is the first international initiative for the protection of our environment. It happened in 1950 and the particular place is Geneva. Geneva, it is in Switzerland. Okay. In that city, a meteorological organization was formed. Nim, what is the intervention of this meteorological organization? They organize a conference for protecting our environment. The second thing happened is Stockholm Conference. Stockholm Conference, it was held in 1972 and the place is Stockholm. Where is this Stockholm? It is in Sweden. And what did they do? Environmental conservation and development. That was the intervention by Stockholm Conference, environmental conservation. Then next, Earth Summit. An Earth Summit was happened in 1992 in Rio de Janeiro. It is in Brazil. And what was the intervention? They prepared a UN Agenda 21, a UN Agenda 21 to promote environmental friendly development. Environmental friendly developmentന് വേണ്ടി അവരൊരു UN Agenda 21 എന്നുള്ള ഒരു സംഭവം പ്രിപ്പയർ ചെയ്തു. എർത്ത് സമ്മിറ്റ്. Then next another thing is Kyoto Protocol. This is very important. Kyoto Protocol. It was happened in 1997 in Kyoto. Where is this Kyoto? It is in Japan. And they did something. They reduced the amount of greenhouse gases. They work for the reduce of greenhouse gases like carbon dioxide. Okay. Then Montreal Protocol, another thing. It was happened in 1987 in Montreal. It is in Canada. And they work for the reduction and protection of ozone layer. So they did something for the protection of ozone. Then another agreement was passed. It is Paris Agreement in 2015 in Paris. Where is this Paris? It is in France. And they work for the reduction of global warming. Then next, last one. The recent one was G20 Summit. It was held in our own nation, New Delhi, 2023. This also important. അത് പഠിച്ചോണം കേട്ടോ, അതും ഇമ്പോർട്ടൻ്റാണ്. എന്താ ചെയ്തത്? വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ, ഗ്രീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ഫിനാൻസ്, ഓവറോൾ ഡെവലപ്മെൻറ്റ്. ദീസ് ആർ ദ എയിംസ് ഓഫ് ദിസ് G20 സബ്മിറ്റ്. ന്യൂഡൽഹിയിൽ നടന്ന G20 സബ്മിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അല്ലേ? എന്താണത്? വൺ എർത്ത്, വൺ ഫാമിലി ആൻഡ് വൺ ഫ്യൂച്ചർ. ഗ്രീൻ ഡെവലപ്മെൻ്റ് ആണ് അവരുടെ എയിം. ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഗ്രീൻ ഡെവലപ്മെൻറ്റ്, ക്ലൈമറ്റ് ഫിനാൻസ്. അതായത് ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ രാജ്യങ്ങൾ ഒരു ഫിനാൻസ് കണ്ടെത്തണമെന്നും ഈ ന്യൂഡൽഹിയിലെ സബ്മിറ്റ് അങ്ങനൊരു ആശയം കൂടെ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതിനകത്തെ ക്യോട്ടോ പ്രോട്ടോക്കോൾ, G20 സബ്മിറ്റ്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇയറും അത് നടന്ന സ്ഥലവും ഒക്കെ നിങ്ങൾ പഠിക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്
വാട്ട് ആർ ദ സൊല്യൂഷൻസ് വി ക്യാൻ ടേക്ക് ടു പ്രിവെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് പ്രോബ്ലം ആണെന്നും അത് നമ്മുടെ നേച്ചറിനും നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനും എക്കോസിസ്റ്റത്തിനും ഡാമേജ് ഉണ്ടാക്കുമെന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഇത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ തന്നെ ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, ഡീഫോറസ്റ്റേഷൻ, ഇതെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇനി സൊല്യൂഷൻ വേണം അല്ലേ. വാട്ട് ആർ ദ സൊല്യൂഷൻസ് വി ക്യാൻ ടേക്ക് ടു പ്രിവെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച്? ഒന്നാമത്തത്, ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു രീതിയിലും വരാം. വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എനേബിളിംഗ് സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ? അത് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട, പേടിക്കുകയൊന്നും വേണ്ട. സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ള റിസോഴ്സസിനെ, അത് മിനറൽ റിസോഴ്സസ് ആകാം, അഗ്രികൾച്ചറൽ റിസോഴ്സസ് ആകാം, മിനറലോ അഗ്രികൾച്ചറോ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിൻ്റെയും യൂട്ടിലൈസേഷൻ സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടി. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നേച്ചറിന് ദോഷകരമല്ലാത്ത രീതിയിൽ അതിനെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് എങ്ങനെ ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി നമ്മൾ കൊടുക്കുക. നമുക്കറിയാം, നമ്മളിന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ബൾബ് പോലും എനർജി എഫിഷ്യൻസി ഉള്ള ബൾബാണ്. കുറച്ച് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള, അതുപോലെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, നമ്മുടെ വാട്ടർ ഹീറ്റർ എല്ലാം നമുക്ക് എനർജി എഫിഷ്യൻസിയോടുകൂടിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് വേണമെന്നാണ് ഇവർ പറയുക. പ്രൊമോഷൻ ഓഫ് എനർജി എഫിഷ്യൻസി. നെക്സ്റ്റ്, ഡീഫോറസ്റ്റേഷൻ. ഇതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടു. അപ്പം നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്ത് എഴുതണം? പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, പ്ലാന്റിങ് ഓഫ് ട്രീസ്. നെക്സ്റ്റ് തിങ് ഈസ് ചേഞ്ചിങ് ടെക്നോളജി. ടെക്നോളജി ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഒത്തിരി എനർജിയെ, നമ്മുടെ ഒത്തിരി റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെക്നോളജി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കണം, ടെക്നോളജി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാം, നമ്മൾ പഴയ കാലത്തെ ടി വി അല്ല ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും മോസ്റ്റ് മോഡേണാണ്, ടെക്നോളജി ഡെവലപ്പായി. അങ്ങനെ ടെക്നോളജി എപ്പോഴും ഡെവലപ്പ് ആക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് തടയാം? ഈ ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റും. നെക്സ്റ്റ്, എൻകറേജ്മെൻറ്റ് ഓഫ് ദി യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി ലൈക്ക് വിൻഡ് ആൻഡ് സോളാർ എനർജി. അപ്പം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നോൺ കൺവെൻഷണൽ എനർജി. കൺവെൻഷണൽ എനർജിയും നോൺ കൺവെൻഷണൽ എനർജിയും ഉണ്ടല്ലേ. അതിൽ നോൺ കൺവെൻഷണൽ എനർജിയാണ് വിൻഡ് കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന, വിൻഡിൽ നിന്നും നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സോളാർ എനർജി, ഇപ്പം നമുക്കറിയാം എല്ലാം സോളാർ ഉപയോഗിച്ചുകൊണ്ടുള്ള എനർജിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണ്? അതാണ് നേച്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ. അവിടെ പൊല്യൂഷൻ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് തീർന്നു പോകുന്നില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അപ്പം നോൺ കൺവെൻഷണൽ എനർജി ഉപയോഗിക്കുക, വിൻഡ്, സോളാർ എനർജി എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് പഠിച്ചോണേ. നെക്സ്റ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമൻ്റാണ് നമ്മൾ പറയുന്നത്. ഈ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി റോബർ സ്വാൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ പറയുകയാണ്, ദ ഗ്രേറ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് സമ്മൺ എൽസ് വിൽ സേവ് ഇറ്റ്. വേറെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ എർത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ഭീഷണി. ആരും വന്ന് നമ്മളെ സഹായിക്കത്തില്ല, നമ്മൾ തന്നെ നമ്മുടെ ഈ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് ഈ ഫിലോസഫർ ഉദ്ദേശിക്കുക. ഇതിൻ്റെ അർത്ഥം അതാണ്. റോബർ സ്വാൻ, വാട്ട് ഈസ് ഹിസ് ഒപ്പീനിയൻ? വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ എർത്ത് അവർസെൽസ്. We have to protect it. Nobody, no other humans came for protecting our earth. It is the greatest threat to our planet is the belief that someone else will save it. അപ്പം നമുക്ക് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പഠിത്തം കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ ആരെങ്കിലും വന്നത് എനിക്ക് വേണ്ടി പഠിക്കും എന്ന് വിചാരിക്കുമോ? ഇല്ല, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പഠിക്കും. അതുപോലെ നമ്മുടെ എർത്തിനെ ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എർത്തിനെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ എർത്തിനെ രക്ഷിക്കുക. അതാണ് ഈ ഫിലോസഫർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അതാണ്. അപ്പോൾ ഇത് തന്നിട്ട് ഈ ഒരു
കമൻറ്റ് തന്നിട്ട് ഇതാര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കാം. ഓക്കെ. അടുത്ത നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു വേർഡ് ഞാൻ പറയുകയാണ്, ക്ലൈമറ്റ് മൈഗ്രേഷൻ. ക്ലൈമറ്റ് മൈഗ്രേഷൻ നമ്മൾ മൈഗ്രേഷൻ എന്ന് കേട്ടിട്ടുണ്ട്, ബട്ട് ക്ലൈമറ്റ് മൈഗ്രേഷൻ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. അതായത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനാണ് ക്ലൈമറ്റ് മൈഗ്രേഷൻ എന്ന് പറയുക. സാധാരണ രീതി മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പീപ്പിൾ ദേ മൂവ് ടു അനദർ കൺട്രി ഓർ അനദർ പ്ലേസ്, അതാണ് മൈഗ്രേഷൻ. എന്താണ് അതിൻ്റെ റീസൺ? ഫോർ ഹയർ സ്റ്റഡീസ്, ഫോർ ബെറ്റർ ജോബ്, ഫോർ മാരേജ്, അങ്ങനെ പല കാരണങ്ങൾ കാണും. എന്നാൽ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ട് ആളുകൾ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലൈമറ്റ് മൈഗ്രേഷൻ. പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു മൈഗ്രേറ്റ് ടു അതർ റീജിയൻസ് ഓർ കൺട്രീസ് ബിക്കോസ് ഓഫ് ഡ്രോട്ട്, ഫ്ലഡ്, ഡീഫോറസ്റ്റേഷൻ, സീ ലെവൽ റൈസസ് എക്സെട്ര. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, ഫ്ലഡ്, ഡീഫോറസ്റ്റേഷൻ, സീ ലെവൽ റൈസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഒരു രാജ്യം ഉപേക്ഷിച്ച് വേറൊരു രാജ്യത്തേക്ക് പോകാൻ അവരെ നിർബന്ധിതരാകുന്നതിനാണ് ക്ലൈമറ്റ് മൈഗ്രേഷൻ എന്ന് പറയുക. സച്ച് മൈഗ്രേഷൻസ് ആർ കോൾഡ് ക്ലൈമറ്റ് മൈഗ്രേഷൻ. ദേ ആർ ഫോഴ്സ്ഡ് ടു മൈഗ്രേറ്റ് ടു അതർ റീജിയൻസ് ഓർ അതർ കൺട്രീസ്. ഇനി ഇങ്ങനെ എത്ര ആൾക്കാർ പോകുന്നുണ്ട് ക്ലൈമറ്റ് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്? 50 മില്യൺ പീപ്പിൾ. 50 മില്യൺ പീപ്പിൾ ഹാവ് ബീൻ ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു ക്ലൈമറ്റ് റിലേറ്റഡ് ഇവൻറ്റ്സ്. ഇനി ഇങ്ങനെ പോകുന്ന ക്ലൈമറ്റ് മൈഗ്രേഷൻ നടത്തുന്ന പീപ്പിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലൈമറ്റ് റെഫ്യൂജീസ്. എന്താ ഈ റെഫ്യൂജീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അഭയാർത്ഥി അല്ലേ. ക്ലൈമറ്റ് എന്ന് പറയുന്ന കാരണം കൊണ്ട് റെഫ്യൂജിയായി മാറിയവരാണ് ക്ലൈമറ്റ് മൈഗ്രേഷൻ നടത്തിയവരെ. അവരെ നമുക്ക് ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇതോടെ തീർന്നു. എന്താണ് ക്ലൈമറ്റ് മൈഗ്രേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാം. അതായത് ആളുകൾ ഒരു രാജ്യം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക്, ഒരു റീജിയൻ ഉപേക്ഷിച്ച് വേറൊരു റീജിയനിലേക്ക് അവരെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതാണ് ഈ പറയുന്ന ക്ലൈമറ്റ് മൈഗ്രേഷൻ. ബിക്കോസ് ഓഫ് ഡ്രോട്ട്, ഫ്ലഡ്, ഡീഫോറസ്റ്റേഷൻ, സീ ലെവൽ റൈസ് എക്സെട്ര. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിച്ചു. ഇനി ടീച്ചർ ഒരു അടുത്ത വീഡിയോ ഈ ക്ലാസ്സിൻ്റെ ഒരു ഇവാലുവേഷൻ ആയിരിക്കും. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള ആ കൂടെ സോഷ്യൽ സയൻസ് 1, സോഷ്യൽ സയൻസ് 2 ഇതൊക്കെ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ ടീച്ചർ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും നെക്സ്റ്റ് വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you.